ആട് 3 കണ്ടിറങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര വാവ് ഒടിച്ചു പോയി. അണക്കോ? അതെ, അണക്കോ? കാരണം പറഞ്ഞാല് നമ്മളെ വേറൊരു ടൈപ്പ് സാധനമാണ്. അതായത് നോർമലി ആട് യൂണിവേഴ്സിൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് പാപ്പം വീണ്ടും വണ്ടി എടുക്കുന്നു, വല്ല ആടിൻ്റെയോ നീലക്കൊടിവേലിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ പിന്നാലെ ഓടുന്നു. ജസ്റ്റ് ആ ഒരു സാധനം നമ്മൾ കണ്ട് ആ ഒരു ഐറ്റം നമ്മളെ മനസ്സിൽ രജിസ്റ്റർ ആയല്ലോ. അവർക്ക് വേണമെങ്കിൽ അതേ സാധനങ്ങൾ തന്നെ കൊണ്ടും കുറച്ച് പുതിയ എലമെൻസ് ഒക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ അവിടെ അല്ല ഇതിൻ്റെ ഒരു ബ്രില്യൻസ് ഇരിക്കുന്നത്. എന്താ അറിയോ, ഇതിൻ്റെ ആ ഒരു ജനറെ ഒരു ചേഞ്ച് ആക്കി കളഞ്ഞു. ഒരു ധൈര്യം, ഇങ്ങനത്തെ ഒരു സാധനം എടുക്കാൻ വെച്ച ധൈര്യം. ഈ ഒരു യൂണിവേഴ്സിനെ, ഇവിടെ കിടന്ന ഒരു യൂണിവേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോയിക്കുക. അത് പറയാൻ കാരണം എന്താ അറിയോ, ഇതിനകത്തൊരു പാരലൽ ടൈം ലൈൻ, ഒരു ടൈം ട്രാവൽ, ടൈം ലൂപ്പ്, ഇത് എങ്ങനെയാണ് അത് സംഭവിക്കണം എന്നുള്ളത് എനിക്ക് ഞാൻ കണ്ടിങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇതെങ്ങനെ ഒരു ക്ലബ് ചെയ്യുന്ന ഈ സാധനം എന്നുള്ളത്. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ തുടക്കം തന്നെ ഒരു സൈഫൈ മൂഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫ്യൂച്ചർ നടക്കുന്ന ഒരു സംഗതി കാണിച്ചിട്ട് ആ ഫ്യൂച്ചർ ടൈം ലൈൻ്റെ അകത്ത് നമ്മൾ ആശാനെ കാണുന്നു. ആ ആശാനിൽ നിന്ന് അങ്ങോട്ട് ആശാൻ കഥ തുടങ്ങുക, നറേഷൻ തുടങ്ങുകയാണ്. ആശാൻ നറേഷൻ തുടങ്ങുന്നത് എന്താ, ഒരു മിസ്റ്റീരിയസ് ഒബ്ജക്റ്റിനെ കുറിച്ച്. അപ്പം അത് ആട് യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യും. ലൈക്ക് നീലക്കൊടുവേലി അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയ ഒരു ഐറ്റമാണിത്, മനസ്സിലായോ? അവിടുന്ന് തുടങ്ങിയിട്ട് ഗജരാജമുത്ത്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ ഐറ്റങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഐറ്റത്തിലേക്ക് ഈ കഥേനെ പ്ലാൻ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു തരിക. ആ ഹിസ്റ്ററീൻ്റെ ഭാഗത്തേക്ക് ഈ ഷാജിപ്പാപ്പൻ രാജാവാകുന്നത് നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ അത്, പിന്നെ അതിൻ്റെ ബാക്കി പരിവാരങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ബാക്കി ക്യാരക്ടേഴ്സിൻ്റെ അപ്പത്തുള്ള എന്താണ് ആ ഒരു രാജാവിൻ്റെ കാലഘട്ടത്തിൽ അവരെന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഐറ്റം. അങ്ങനെ ഒരു രക്ഷയില്ലാതെ ഈ സാധനം ഫസ്റ്റ് ഹാഫ് മൊത്തം തുടങ്ങിപ്പോകും. ഫസ്റ്റ് ഹാഫിനകത്ത് ഇപ്പോൾ രാജാവിൻ്റെ സീനുകളിൽ എല്ലാവർക്കും കയ്യടി അല്ലേ. അതിൽ തന്നെ ഏറ്റവും സ്കോർ ചെയ്ത് ഞാൻ പറയാം ധർമ്മജന്റെ വിളയാട്ട് സ്കോർ ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. മൂപ്പര് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പഴയതെന്ന് പറയും, ഇതിന് പാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, വേറെ ടൈം ലൈനാണ് ഇത്. റീഇൻകാർണേഷൻ ഉണ്ടല്ലോ, നമ്മളെ ഈ പുനർജന്മം സെറ്റപ്പ്. ഇപ്പം പിന്നെ ആ സിനിമകളിൽ അത് കാണാറില്ല. ഇപ്പം എല്ലാവരും ഡീൽ ചെയ്യുന്നത് ഈ ടൈം ലൈൻസ് വെച്ചിട്ടാണ്. പാരലൽ യൂണിവേഴ്സ് ടൈം ലൈൻ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ്, അല്ലെങ്കിൽ ടൈം ലൂപ്പ്. ആരും ഈ മറ്റേ പുനർജന്മ റീഇൻകാർണേഷൻ എന്നൊന്നും ഇപ്പോൾ പറയാറില്ല. അതുകൊണ്ട് ഇത് ധർമ്മജൻ അപ്പോഴും പൂണ്ട് വിളയാടുന്നു. പാസ്റ്റിൽ രാജാവിൻ്റെ കാലഘട്ടത്തിൽ, രാജാവിൻ്റെ കാലഘട്ടത്തിൽ വീണ്ടും തിരിച്ച് പ്രസന്റേക്ക് വരുമ്പോൾ വീണ്ടും ഇയാൾ സ്കോർ ചെയ്ത് അതെ ഭീകരം. അത് കഴിഞ്ഞ് അറക്കലബു ഒക്കെ ഉണ്ടല്ലോ. അറക്കലബുവിനെ ആ ഒരു ഇൻട്രോ സീനിൽ അറക്കലബുവിൻ്റെ ഒരു വരവ് സ്വാഗ് ഉണ്ട്, അതിന് കിട്ടിയൊരു കയ്യടി ഉണ്ട്. അതൊക്കെ ഉണ്ടല്ലോ റേഞ്ച്. അതായത് ഈ ആട് യൂണിവേഴ്സിന് പ്രത്യേകത എന്താ പറയുക, എല്ലാരെ BGM-നും എല്ലാരെ ഇൻട്രോയ്ക്കും ഒരേ സാധനമാണ്. ഈവൻ രഞ്ജി പണിക്കടക്കം കിട്ടിയ രഞ്ജി പണിക്കർ എന്ന് പറഞ്ഞാൽ രോമാഞ്ച സീനായിരുന്നു കേട്ടോ. കോമഡി പീസ് തുടങ്ങിയിട്ട് ചെങ്ങായി ആട് 3 ആയി വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ആ ക്യാരക്ടർ, പാപ്പന്റെ ചേട്ടൻ ക്യാരക്ടർ, ഒരുമാതിരി പാപ്പന്റെ ചേട്ടൻ എന്നുള്ള രീതിക്ക് തന്നെയുള്ള BGM ഒക്കെ വന്നു അല്ലേ. ആ BGM-ഉം അതിൻ്റെ ആ ഒരു പഞ്ചൊക്കെ മാറി. ആൻഡ് മിഥുൻ മാനുവൽ, ഹാറ്റ്സ് ഓഫ് മാൻ, ഒരു രക്ഷയില്ല. കാരണം ഇതിൻ്റെ ഈ ഒരു സ്റ്റോറി നമുക്ക് പറഞ്ഞു തന്ന, സ്ക്രീൻ പ്ലേ കാണിച്ചു തന്ന ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും ഇതിൻ്റെ നറേഷനും അതൊക്കെ ഉണ്ടല്ലോ ഭീകരമായിട്ട് ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഒരു ഭയങ്കര എന്താ പറയുക, ഞാനൊരു പോസിറ്റീവായിട്ട് കാണുന്നത്. ഇത് എവിടെയെങ്കിലും പാളിപ്പോയാൽ, കാരണം ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആട് യൂണിവേഴ്സ് ഒരുപാട് സാധ്യതയുള്ള സംഭവമാണ്. നോർമലി ആട് യൂണിവേഴ്സിനെ എക്സ്പെക്ട് ചെയ്യുന്നതേ അല്ല. ഇതൊരു ഗ്രാൻഡ് സ്കെയിൽ ഒരു ഇംഗ്ലീഷ് പടത്തിൽ അങ്ങോട്ടും കൊണ്ടുപോകണം, ഇങ്ങോട്ടും കൊണ്ടുവരണം. ഇവർ തമ്മിൽ പരസ്പരം ഒരു ബന്ധമില്ല. അതിനനുസരിച്ചുള്ള കോമഡി ഉൾപ്പെടുത്തും വേണം, കോമഡി ഉൾപ്പെടുത്തുക. ഇപ്പൊ ഇവർക്കിത് ഈസി ആയിട്ട് ഈ രാജാവ് പ്രസന്റ് ഫ്യൂച്ചർ കാണിച്ചു പോകുന്നതിന് വലിയ സീനുകൾ, ഒരു സീരിയസ് മൂഡിലുള്ള പടമാണെന്നുണ്ടെങ്കിൽ ഈ ആട് യൂണിവേഴ്സ് ഈ റിവോൾവ് ചെയ്യുന്നതും അതിൻ്റെ കോർ കിടക്കുന്നത് കോമഡിയാണ്. ഈ കോമഡി അപ്പം ഈ ഒരു കൈൻഡ് ഓഫ് നറേഷനും ഈ ഒരു യൂണിവേഴ്സിനകത്ത് അത് ഇത്ര വലിയ സ്കെയിലിൽ ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വീണ്ടും കോമഡി ഇല്ലാതായ ആൾക്കാർ തിയേറ്ററിൽ ഇതാക്കും. ഇത് തിയേറ്ററിൽ പടം തുടങ്ങിയത് മുതൽ കാണിക്കുന്നത് മുതൽ ചെയ്യുന്ന ഓരോ കൗണ്ടറിനും പറയുന്ന ഓരോ ബോഡി, ഇവർ ചില മൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ പറയാം. ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് നമ്മളൊരു കോമഡിയിൽ ചിരിപ്പിക്കുകയും ചെയ്തു. ഒരു മിസ്റ്ററി നമുക്ക് തന്നു, ഒരു മിസ്റ്റീരിയസ് ഒബ്ജക്റ്റ് ഉണ്ടെന്നും അതിൻ്റെ മിസ്റ്ററി എന്താണെന്നും അതിലേക്ക് എങ്ങനെയാണ് ഇവരെ ഈ ക്യാരക്ടേഴ്സ് കണക്റ്റ് ആവുന്നതെന്നും എല്ലാം നമുക്ക് വളരെ നീറ്റ് ആൻഡ് ക്രിസ്പായിട്ട് പറഞ്ഞു തന്നു.
ഒരുപാട് ചിരിക്കാണ്ട്, എനിക്ക് ഓർമ്മ തന്നെയല്ല കുറേ സാധനങ്ങൾ, അത്രയും ചിരിച്ച സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് പിന്നെ ഈ ബാറ്റൻ കൈമാറുന്ന പോലെ ധർമ്മജൻ്റെ കയ്യിൽ നിന്ന് നേരെ ഡൂഡിന് സാധനം കൊടുക്കുക. ഡൂഡ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ചെങ്ങായി റിയൽ ലൈഫിലാണ് സീറോ, റിയൽ ലൈഫ് സ്ക്രീൻ ലൈഫിൽ അയാൾ ഹീറോ ആണ്. കൊണ്ടുപോയി മൂപ്പര് ഒറ്റ. ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ, ഒരു സീനിൽ ഒരാൾ സ്കോർ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടിൽ ഭയങ്കര പാടുള്ള പരിപാടിയാണ് ആട് യൂണിവേഴ്സിൽ. കാരണം പാപ്പൻ ഒരു ഡയലോഗ് അടിച്ച് സ്കോർ ചെയ്യുമ്പോൾ അപ്പുറത്ത് അബു തിരിച്ചടിക്കും, ഇപ്പുറത്തെ എല്ലാം കഴിയുമ്പോൾ ധർമ്മജൻ. ഇതിനിടയിൽ ഒറ്റയ്ക്ക് സ്കോർ ചെയ്ത് പോകുന്ന ഒരാളേ ഉള്ളൂ, അത് ഡൂഡാണ്. ഡൂഡിന് തിരിച്ചടിക്കാൻ ആൾക്കാരില്ല, ഡൂഡ് ഒറ്റയ്ക്ക് അടി, അങ്ങനത്തെ അടിയാണ്. അങ്ങനെ ഡൂഡിന്റെ ക്യാരക്ടർ വരുന്നു. ഡൂഡിന്റെ ക്യാരക്ടറൊക്കെ വന്നതിന് ശേഷം ഒരു മാസ സാധനമൊക്കെ ഉണ്ട്. അതിനിടയിൽ നമ്മള് വിജയബാബുവിന്റെ അടിപൊളിയാണ്. വിജയബാബുവിന്റെ ക്യാരക്ടേഴ്സ് അടിപൊളിയാണ്. സാത്താൻ സേവിയർ, എന്റെ മോനെ സാത്താൻ ഇൻട്രോ അല്ല ഞാൻ കണ്ടേല് ഇൻട്രോ ആടുന്നല്ല ഒന്നിനും വന്നില്ല. ഈ റേഞ്ചിലുള്ള ഇൻട്രോ ഇത് നമ്മൾ കാണുന്നില്ല. സാത്താൻ സേവിയറിന്റെ ഇൻട്രോ ശരിക്കും ഒരു മാസ് ഹീറോയ്ക്ക് KGF പോലത്തെ ഒരു സിനിമ അല്ലേ, അതിൽ വെക്കേണ്ട ഇൻട്രോ ആണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഇന്ന അപ്പുറത്തെ സൈഡില് പഴയ പാസ്റ്റിലേക്ക് പോകുമ്പോ ഇയാളൊരു മറ്റേ ഇൻട്രോ ഒരു സെക്കൻഡ് കൊണ്ട് മാറി സംഭവം എന്തായി. പക്ഷെ ആ ഒരു സംഭവം അടിപൊളി സാധനം സാത്താൻ സേവിയർ ചേറി. പിന്നെ ഒന്നാമത് ഇതിന്റെ വിജയ് ബാബു പ്രൊഡ്യൂസറോട് പറയാനുള്ളത്, ഭയങ്കര റിസ്ക് ആണ് നിങ്ങൾ എടുത്തതെന്നുള്ളത് പടം കാണുമ്പോൾ മനസ്സിലാവും അല്ലേ. ഈ ഒരു നറേഷനും ഈ ഒരു സ്റ്റോറി ലൈനിനെ ഇത് നിങ്ങൾ എങ്ങനെ മിഥുൻ മാനുവൽ കൺവിൻസ് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഹാറ്റ്സ് ഓഫ് മാൻ വിജയ് ബാബു. കാരണം എൻ്റയർ പ്രൊഡക്ഷൻ ടീമൊക്കെ ഈ ഒരു സാധനം റിസ്ക് എടുത്ത് ആ ഒരു ഇവിടെ കടന്ന ആടിനെ ഇവിടെ എത്തിക്കുക ആ യൂണിവേഴ്സിനെ എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ദാറ്റ്സ് എന്താ പറയുക മാമത്ത് എഫേർട്ട്. അതെന്താണെങ്കിലും നിങ്ങൾ സക്സസ്ഫുള്ളായി. കാരണം മലയാളികൾക്ക് ഇങ്ങനത്തെ സാധനം വേണം എന്നുള്ളത് വി ഡിമാൻഡ്. ഞങ്ങൾക്ക് കണ്ട സാധനം തന്നെ കണ്ടുകൊണ്ട് പോകണ്ട, കണ്ട ഈ സ്കെയിലിൽ തന്നെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് ഈസി ആവും. പക്ഷേ അവിടുന്ന് നമുക്ക് ഇത്രയും വലിയൊരു എന്താ പറയുക ക്വാളിറ്റിയിലുള്ളൊരു സാധനം തരുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിൽ പാട്ടുകളൊക്കെ കൂടുതൽ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തോരോ, അല്ലാതെ പാട്ടുകൾക്ക് ഇപ്പോൾ പഴയ കാലഘട്ടത്തേക്ക് പോകുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനും അതിന്റെ അതും വർക്കാണ്. ആ BGMസും വർക്കാണ്. രാജാവിന് കൊടുത്തത് അടിപൊളിയാ, അസമിന് കൊടുത്തത് അടിപൊളിയാ. മറ്റേ ഇവന്റെ ക്യാരക്ടർ വിനായകന്റെ ക്യാരക്ടർ എല്ലാം പടത്തലവൻ. അതേപോലെ പല സീനുകളും ഇപ്പോൾ ഈ പ്രസന്റ് യൂണിവേഴ്സിൽ നടക്കുന്ന ടൈം ലൈനിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ട ആടിലെ പല കാര്യങ്ങളും പാസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചില സാധനങ്ങൾ റിപ്പീറ്റ് ആവുന്നുണ്ട്, ചില സിറ്റുവേഷൻസ് കണക്റ്റായി റിപ്പീറ്റ് ആവുന്നുണ്ട്. അതിലൊന്നും നമുക്കൊരു എന്ത് തോന്നിയില്ല, ഇതല്ലേ അത് എന്നുള്ള തോന്നലൊന്നും വന്നിട്ടില്ല. ഈ പാപ്പൻ്റെ നടുവെട്ടി കിടക്കുമ്പോൾ ഭാര്യ പോണ സീന്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, മനസ്സിലായി. അങ്ങനത്തെ കുറേ ഐറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ, ഞാൻ കുറേ സീനൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ കുറേ ഐറ്റങ്ങളൊക്കെ ഇതിൽ വരുമ്പോഴും ഫ്രഷ്നെസ് ഉണ്ട്. അതൊരു എന്താ പറയുക, ഒരു സിനിമയുടെ ഡയറക്ടർ എന്നുള്ളതായിരിക്കും, റൈറ്റർ എന്നുള്ളതായിരിക്കും മിഥുൻ മാനുവലിൻ്റെ എഫേർട്ട് അതിനകത്ത് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര എനിക്ക് വർക്കാണ്, കണക്റ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വീണ്ടും ആ ഒരു മിസ്റ്റീരിയസ് ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഉള്ള, പിന്നെ ഇതിനിടയിൽ വന്നു പോണ ആ ഒരു ഫോറിനേഴ്സ് അല്ല, അവർ അതിലാ ഫോറിൻ ലേഡി ഭയങ്കര കറക്റ്റ് കാസ്റ്റാണത്. കൂടുതലുമില്ല കുറവുമില്ല, സാധാരണ രീതിയിൽ ഓവറല്ല. ഇത് ഓവറും അല്ല, ആവശ്യത്തിനുള്ള ഡെലിവർ ചെയ്തിട്ടുണ്ട് അവർ ഭയങ്കര പക്ക ഐറ്റം. അല്ലാതെ മറ്റേ ഈ കുറച്ച് നാടൻ ടീംസിനെ കൊണ്ടുവന്നിട്ട് തട്ടിക്കൂട്ട് പരിപാടി ഏതെങ്കിലും കോവളം ബീച്ചിൽ അവിടെ എവിടെയെങ്കിലും കറങ്ങി നടന്ന മദാമേനെ പിടിച്ചു പോകുന്ന വെച്ച ഐറ്റം അല്ല. അവർ പ്രൊഫഷണലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത്രയും ക്വാളിറ്റി ഉണ്ടായിരുന്നു ആ സാധനത്തിന്. അങ്ങനെ സെക്കൻഡ് ഹാഫ് മൊത്തം ഈ ഒരു മിസ്റ്റീരിയസ് ഒബ്ജക്റ്റ് എങ്ങനെ എവിടെ പ്ലേസ് ചെയ്തു, അതെങ്ങനെ ആരിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് ഇതിൻ്റെ ലാസ്റ്റ് പടം അവസാനിച്ചത് സത്യത്തിൽ ഞാൻ പടം എഴുതി കാണിക്കുമേ അതാ ഈ പാർട്ട് വരെ കാത്തിരി ക്യൂരിയോസിറ്റീനെ വാക്ക് കൊണ്ട് നമ്മൾ നിർത്തി, അങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മളെ ഇനി പടത്തിന് വെയിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അവസാനത്തെ സീന് കുറച്ചേരം ഞാൻ ചിരിച്ചു, കുറച്ചേരോ വഴിക്കായിട്ടുണ്ട്. ക്ലൈമാക്സ് സീനിലൊക്കെ ഒരു വഴിക്കായിട്ടുണ്ട് ചിരിച്ചിട്ട്. കാരണം അതെവിടെ തുടങ്ങുന്നറിയോ, ഇതില് ഈ രഞ്ജി പണിക്കറിന്റെ ക്യാരക്ടറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അത് മുതൽ അങ്ങോട്ട് പിന്നെ അങ്ങോട്ടുണ്ടല്ലോ പിടിച്ചാ കിട്ടാത്ത രീതിയിലാണ് ഇതിന്റെ സാധനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഡൂഡിന്റെ ക്യാരക്ടറും
നമ്മളെ അറയ്ക്കൽ അബുവും കൂടിയും തമ്മിലുള്ള ഒരു സാധനം ഉണ്ട് അതൊക്കെ പറയാ സംഗതി ചിലപ്പോൾ നമുക്ക് തോന്നിയാലുണ്ടല്ലോ ചിരിക്കാതിരിക്കാൻ പറ്റാത്ത ഐറ്റങ്ങളാണ് അതൊക്കെ. അങ്ങനെ കുറേ കൗണ്ടേഴ്സ്, കുറേ ഐറ്റങ്ങൾ വേറെ. ഫുക്രു കുഴപ്പമില്ലാത്ത രീതിയിൽ ആട് യൂണിവേഴ്സിൽ സാധാരണ അതും ഉണ്ട് കേട്ടോ. 1, 2 ആട് 1, 2 സൈജു കുറുപ്പ്, ധർമ്മജൻ, നമ്മുടെ ജയസൂര്യ, ഈ 3 പേരല്ലാത്തവർക്കും കുറച്ചും കൂടി എന്തുണ്ടായിരുന്നു, ഒരു ഇമ്പോർട്ടൻസ് ഇൻ ദ സെൻസ് അവർക്ക് കുറച്ചും കൂടി സ്ക്രീൻ പ്രസൻസും കുറച്ച് ഡയലോഗ്സും ഉണ്ടായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ധർമ്മജിൻ്റെയും സൈജു കുറുപ്പിൻ്റെയും ഷാജി പാപ്പൻ്റെ ഇടയിൽ തന്നെ ആയിട്ട് അങ്ങോട്ട് അല്ലേ ഗ്യാങ് അങ്ങനെ മറ്റേലുണ്ടായിരുന്നല്ലോ. മറ്റേല് കുറച്ചും കൂടി ഇതിലില്ല. ഇതില് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും ഒരു ഡയലോഗ് ഞാൻ കേട്ടിട്ടില്ല സത്യം. പിന്നെയുള്ളത് നമ്മളെ ഇയാൾക്കാണ്, ഭഗത്തിന്, പിന്നെ ഇവന് ഹരികൃഷ്ണൻ. ലോലന് കുറച്ചുണ്ട്, ലോലന് ഡയലോഗ് ഉണ്ട്, ഭഗത്തിന്റെ ക്യാരക്ടറിന് ഡയലോഗ് ഉണ്ട്, പിന്നെ ഫുക്രൂന് കുറച്ചുണ്ട്, മറ്റോന് ഒട്ടുമില്ല. രഞ്ജി പണിക്കരുടെ മോന്, രാജൻ ബീദേവിന്റെ മോന്, ഓനൊന്നുമില്ല, ഓനെ നോക്കൂത്തി നിർത്തിയതാണ്. പിന്നെ അങ്ങനെ സൈഡിൽ നിന്ന് അങ്ങനെ എന്താ പറയുക, ആട് 3 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റി പുതിയ തുടങ്ങിയിട്ട് വെച്ചതാണ് ഇവർക്കിതിങ്ങനെ കൊണ്ടുപോകുന്നുള്ളൂ അല്ലേ. ആട് 3 ആ ക്വാളിറ്റി ഉണ്ട്. ഇനി പറയണമെങ്കിൽ ഒരുപാട് പറയേണ്ട ഒരു തട്ടിക്കൂട്ട് പടമല്ല. അതായത് എല്ലാത്തിൻ്റെ ഇങ്ങനെ 1, 2, 3 എടുത്തു പോകുന്ന പോലെ തന്നെ തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് ടോട്ടലി ഇപ്പോൾ നിങ്ങൾക്ക് ഈ ആട് 1, 2 കണ്ടിട്ട് 3 കയറുക അങ്ങനത്തെ ഐറ്റം ഒന്നുമില്ല. 3 is 3. ആ 3 അത് അങ്ങനെ കണ്ടിറങ്ങിയാലും നിങ്ങൾക്ക് വർത്താണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാ ടെക്നിക്കൽ വശങ്ങളും അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു രാജാവിൻ്റെ കാലഘട്ടവും ആ സാധനങ്ങളും കാണിക്കുമ്പോൾ അവിടെ എവിടെയും എന്തില്ല, ഒരു മിസ്പ്ലേസ് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റ് ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ എഫേർട്ട് നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ ഗ്രാൻഡ് സ്കെയിൽ നമുക്ക് അറിയാൻ പറ്റും. ഈവൻ ഇതിൻ്റെ എൻഡ് പോർഷനിലേക്ക് വരുമ്പോൾ, ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു സ്ഥലത്ത് ഡൂഡ് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ആ സ്ഥലത്തിനെ ഏത് ടൈം ലൈനാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ അവിടെ ഈ മറ്റേ കൊടക്കല്ലോ എന്തോ ഒരു സാധനം കൊണ്ടു നിൽക്കില്ലടാ, പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ മരണപ്പെട്ടവരുടെ എന്തോ കൊടക്കല്ലോ എന്തോ പറയും ആ സാധനത്തിന്, അങ്ങനെ പേര് ഞാൻ മറന്നുപോയി. ആ കല്ലില്ലേ, ആ കല്ലൊക്കെ പ്ലേസ് ചെയ്യുന്നതിന് എന്തിനറിയോ, മക്കളെ ഇത് മാറി കാലഘട്ടം എന്നുള്ളത് കാണിക്കാൻ. അങ്ങനത്തെ ഒരു ഐറ്റം അത് കഴിഞ്ഞിട്ടുണ്ട്. ക്ലൈമാക്സിൽ ഷാജിപ്പാപ്പന്റെ രാജാവ് ഒരു വരവ് വരെ, ആ വരവില് എന്താ സൂര്യന്റെ മുഖം കൊണ്ടുള്ള അതണ്ടെങ്കിൽ അതിന്റെ മറ്റേ ഭാഗത്ത് നിന്ന് നേരെ പോരുകയാണ്, അതുകൊണ്ടാണ് ആ മുഖം അങ്ങനെ. അതല്ല രസം എന്താ അറിയോ, ആ വരവ് കാണണം. അല്ല അതാണ് പറഞ്ഞത്, അത് അവിടുന്ന് ആ പൊട്ടുന്ന സമയത്ത് പോകുന്നതല്ലേ. അയ്യോ, അങ്ങനെ ആകെ മൊത്തം ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. പറയാനാണെങ്കിൽ ഇതിനകത്ത് കുറേ പറയാനുണ്ടാവും. തിയേറ്ററിൽ പോയി കണ്ടാൽ മതി, മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയും. ഫാമിലിക്ക് ആയിട്ട് ധൈര്യമായിട്ട് പോയി കാണാം, ചിരിപ്പിച്ച് പണ്ടാറക്കി കൈ തന്നോളും അങ്ങനത്തെ പടം. എന്തായാലും ടീമിന് ഹാറ്റ്സ് ഓഫ്, ഒരു രക്ഷയില്ല, കിണ്ണം പടം.